ഞങ്ങൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ വിവരം ഒരു CBI അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU നടത്തിയ നേതാക്കൾ നടത്തിയ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് അവര് ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ CBI അന്വേഷണം മനഃപൂർവ്വമായി വൈകിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ 2 ദിവസം കൂടി നോക്കും. മനഃപൂർവ്വമായി വൈകിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കാണാൻ സിദ്ധാർത്ഥിന്റെ അച്ഛൻ വരുന്നു. എന്താണ് പ്രശ്നം? CBI അന്വേഷണം വൈകുന്നു എന്ന്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നു, തെളിവെടുപ്പ് നടത്തുന്നു, കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോലീസ് നീങ്ങുന്നു. അപ്പോഴാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ SFIക്കാരാണ് പ്രതികൾ, SFI പ്രവർത്തകരാണ് പ്രതികൾ, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കും, സർക്കാർ അതിന് ഒത്താശ ചെയ്യും, അതുകൊണ്ട് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം, അത് CBI ആയിരിക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന, പ്രതിപക്ഷ യുവജന സംഘടന, പ്രതിപക്ഷ മഹിളാ സംഘടന ഇവയുടെ നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നു. അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ രക്ഷിതാവ് മുഖ്യമന്ത്രിയെ വന്ന് കാണുന്നു. അവരുടെ എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്, CBI അന്വേഷണം വേണം എന്ന്. മുഖ്യമന്ത്രിയും തീരുമാനമെടുത്തു. അധികം വൈകിയില്ല, അന്ന് തന്നെ ഉത്തരവിട്ടു, വിജ്ഞാപനമിറക്കി, കേസ് CBIക്ക് കൈമാറിക്കൊണ്ടു. എന്നാൽ CBIയുടെ നടപടിക്രമമുണ്ട്. അവർ കേസ് ഇന്ന് തന്നെ കൈമാറിയാൽ നാളെ തന്നെ കേസ് ഏറ്റെടുക്കാറില്ല. സ്വാഭാവികമായും അവർ അതൊക്കെ പഠിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. അതിൻ്റെ ഒരു വൈകൽ സ്വാഭാവികമായും നടക്കുന്നുണ്ട്. അതിനൊരു വൈകലാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന ചോദ്യം ഉയർന്നുണ്ട്. അതില്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട കേന്ദ്ര ഭരണകക്ഷിയായ BJP ഉണ്ട്. BJPയുടെ കേന്ദ്ര സഹമന്ത്രി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താം കേന്ദ്ര സർക്കാരിൽ, ഈ കേസ് എത്രയും വേഗം CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത്തരമൊരു നീക്കം ഒന്നും നടക്കുന്നില്ല. നെടുമങ്ങാടാണ് സംഭവം. V. മുരളീധരനാണ് നെടുമങ്ങാടിലെ BJP സ്ഥാനാർത്ഥി. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടപെടാം, പക്ഷേ അദ്ദേഹവും ഇടപെടുന്നില്ല. CBI കേസ് ഏറ്റെടുക്കാൻ വൈകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലെന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് തീരുമാനമെടുക്കേണ്ടത്, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും അത്തരമൊരു തീരുമാനം അവർ എടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിന് എന്ന ചോദ്യം BJPയോട് ആരും ചോദിക്കുന്നില്ല, CBIയോട് ആരും ചോദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ എന്തിനാണ് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ കത്ത് നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ആരും ചോദിക്കുന്നില്ല. VD സതീശനും കൈകഴുകുകയാണ്, ഇവിടെ തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. പോലീസ് അന്വേഷണവും നടക്കുന്നില്ല, CBIയുടെ അന്വേഷണവും നടക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയും അതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും തെളിവ് ശേഖരിക്കുകയും അതിൻ്റെ കേസ് അന്വേഷണവുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികളിലേക്ക് നീങ്ങുകയും ഈ പ്രതികൾക്ക് അവർ ചെയ്ത കുറ്റത്തിന് അനുസരിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉയർത്തുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം നടത്തുകയും അന്വേഷണം തന്നെ തടയുകയും ചെയ്തത്. ആരാണ് അന്വേഷണം മരവിപ്പിക്കാൻ കാരണം? കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ BJP നേതാക്കളും സിദ്ധാർത്ഥിന്റെ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചോ പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകില്ല എന്ന്? അതോടൊപ്പം തന്നെ CBI അന്വേഷണം തന്നെ വേണമെന്ന് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? എന്തിനത് ചെയ്തു? സിമ്പിളാണ് ഉത്തരം. കാരണം സംസ്ഥാന സർക്കാർ ചിലപ്പോൾ CBIക്ക് വിടാൻ സാധ്യതയില്ല എന്നും കേരള പോലീസ് തന്നെ അന്വേഷിക്കുമെന്നും അങ്ങനെ വന്നാൽ ശക്തമായ സമരം സർക്കാരിനെതിരെ കൊണ്ടുവരാമെന്നും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്നും കാരണം ഇലക്ഷൻ വരികയാണ് അത് വോട്ടാക്കി മാറ്റാമെന്നുമുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത് കേരളത്തിലെ BJPയും അതേപോലെ തന്നെ UDFുമാണ്. എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം കൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ് LDFിന്റെ തലയിലേക്ക്. എല്ലാം ചെയ്തു വെച്ചത് പ്രതിപക്ഷം തന്നെയാണ്. എന്നിട്ടിപ്പോൾ അത് കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല, കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നില്ല എന്ന് വരുമ്പോൾ കുറ്റങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും LDF സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമമാണ് എന്ന്. ഇനിയിപ്പോൾ 33 വിദ്യാർത്ഥികൾ തിരിച്ചെടുത്തു. ആരാണ് തിരിച്ചെടുത്തത്? VC. ആരാണ് VCയെ നിയമിച്ചത്? കേരള ഗവർണർ. സംസ്ഥാന സർക്കാരിന് അതിൽ എന്തെങ്കിലും ഇടപെടാൻ കഴിഞ്ഞിരുന്നോ? സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ അറിയുക പോലും ചെയ്തിട്ടില്ല.
നിലവിലുള്ള VC-യെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് തെറ്റാണ്, അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ VC-യെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടാക്കി. അങ്ങനെ VC-യെ സസ്പെൻഡ് ചെയ്തു. പകരം VC-യെ നിയമിച്ചത് ഗവർണർ. സർക്കാർ ചോദിച്ചിരുന്നോ? ഗവർണർ ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിച്ച VC, ഗവർണറുടെ വിശ്വസ്തൻ, അദ്ദേഹമാണ് 33 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ തിരിച്ചെടുത്തത്. അതും കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് LDF-ന്റെ ആലയിൽ. അതുകൊണ്ടാണ് പറയുന്നത് ആടിനെ പട്ടിയാക്കാൻ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അത് അധികകാലം പോകില്ല. അത്രമാത്രം വിഡ്ഢികളും ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങളെന്ന് UDF മെല്ലെ മെല്ലെ തിരിച്ചറിയും എന്നേ ഇപ്പോൾ പറയാനുള്ളൂ.